ഹായ് ഹലോ നമസ്കാരം. വിന്നേഴ്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC സെപ്റ്റംബർ മാസത്തെ കലണ്ടർ പബ്ലിഷ് ചെയ്തു. അപ്പൊ ആ സെപ്റ്റംബർ മാസത്തെ കലണ്ടറിനകത്ത് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എഞ്ചിനീയറിംഗ് കോളേജസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT ഈ തസ്തിക 2020 വിളിച്ച തസ്തികയായിരുന്നു. CS ആൻഡ് ITക്ക് വേണ്ടിയിട്ട് കോമൺ എക്സാം ആണ് നടക്കാൻ പോകുന്നത്. അപ്പം ഈ എക്സാമിന്റെ കാര്യങ്ങളും അതിന്റെ സിലബസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയുന്ന പോലെ 2020 കമ്പ്യൂട്ടർ സയൻസിന്റെയും ITയുടെയും ചേർത്തിട്ട് രണ്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് രണ്ട് കാറ്റഗറി നമ്പർ ആയിട്ട് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എന്ന് പറയുന്ന തസ്തിക നോട്ടിഫിക്കേഷൻ വന്നു. അതിന്റെ കൂടെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഗ്രേഡ് 1ന്റെ, ഇലക്ട്രോണിക്സിന്റെ ഗ്രേഡ് 1ന്റെ ഒക്കെ, സിവിലിന്റെ ഗ്രേഡ് 1ന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിലവില് കെമിക്കലിന്റെ എക്സാം ഓഗസ്റ്റിൽ വന്നിട്ടുണ്ട്. സിവിലിന്റെ ഓൾറെഡി കഴിഞ്ഞു, ഇലക്ട്രോണിക്സിന്റെ ഇതുവരെ ആയിട്ടില്ല. CS-ന്റെ ITയുടെ കമ്പൈൻഡ് എക്സാം ആയിട്ടാണ് സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഈ തസ്തിക? ഇത് നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിലെ ലാബിലെ ഒരു തസ്തികയാണ്, ലാബ് സ്റ്റാഫിന്റെ ഒരു തസ്തികയാണ്, ലാബിലുള്ള തസ്തികയാണ്, ഗസറ്റഡ് പോസ്റ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സാലറി സ്കെയിൽ ഉള്ള ഒരു പോസ്റ്റ് ആണ്. ഗസറ്റഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഈ പറയപ്പെടുന്ന ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എന്ന് പറയുന്ന തസ്തിക കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകും. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയുന്നത് വേക്കൻസി വളരെ കുറവാണെന്നാണ് പറയുന്നത്. വേക്കൻസി നോക്കി പഠിക്കരുത്. നിങ്ങൾക്ക് എന്തായാലും ഈ എക്സാമിന് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. എന്തുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം? അതിനുള്ള ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇതോടൊപ്പം തന്നെ ഇതിന് ശേഷം വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് ലെക്ചറർ പോളിംഗ്. ലെക്ചറർ ഇൻ പോളിടെക്നിക് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട തസ്തിക നോട്ടിഫിക്കേഷൻ നമ്മൾ കുറെ നാളുകൊണ്ട് തന്നെ എക്സാം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രോഗ്രാമർ തസ്തികകൾ, പ്രോഗ്രാമറിന്റെ ഒരു 4 നോട്ടിഫിക്കേഷൻസ് കേരള PSC ഈ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അല്ലെങ്കിൽ MCA-കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ തന്നെ ഇതിന് മുന്നേ ആയിട്ട് വിളിച്ചിരുന്ന നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറഞ്ഞ 1-2 തസ്തികകളൊക്കെ എക്സാം വരാൻ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് ഈ എക്സാം മുതൽ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഈ എക്സാം എന്ന് പറയുന്നത് ഒരു ട്രയലായിട്ട് തന്നെ കണ്ടാൽ മതി. അത്യാവശ്യം വരാൻ പോകുന്ന കമ്പ്യൂട്ടർ സയൻസ് ലെക്ചർ പൊളിക്ക് നല്ല വേക്കൻസി ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഒരു RTA-യുടെ റിപ്ലൈ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എത്രമാത്രം വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അതിനകത്ത് കണ്ടതാണ്. ഇപ്പം നിലവിൽ വരാൻ പോകുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ലെക്ചർ പോളിയെക്കാട്ടിയും എന്തുകൊണ്ടും വേക്കൻസി കൂടിയ ഒരു തസ്തികയാണ്. വേക്കൻസി നമ്പർ ഓഫ് വേക്കൻസി കൂടുതലാണ് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന തസ്തിക. അപ്പൊ നിങ്ങൾ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. അതിന്റെ ഒരു ട്രയൽ ആയിട്ട് നിങ്ങൾ ഈ എക്സാമിനെ കണ്ടാൽ മതി. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. പിന്നെ വന്നിട്ട് ഇതിന്റെ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം, സിലബസ് ഏറെക്കുറെ സെയിം തന്നെയാണ്. വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും സിലബസിനില്ല. ലെക്ചർ പോളി വരുമ്പോഴത്തേക്ക് അതിന്റെ ബേസിക് സബ്ജക്റ്റും അതിന്റെ മാത്തമാറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനിപ്പോ എന്തായാലും മാത്തമാറ്റിക്സും ബേസിക് സബ്ജക്റ്റും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോർ പേപ്പറുകൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നോക്കി അതിന്റെ മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഈ സിലബസ് വന്നപ്പോഴത്തേക്ക് 5 മോഡ്യൂളാണ്. ഓരോ മോഡ്യൂളിലും 20 മാർക്ക് എന്ന രീതിയിൽ 5 മോഡ്യൂളാണ് നമുക്ക് ഇപ്പം നിലവിൽ PSC-യുടെ ഒഫീഷ്യൽ സിലബസ് വന്നിരിക്കുന്നത്. അതിൽ മോഡ്യൂൾ 1-ലുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഡേറ്റ കമ്മ്യൂണിക്കേഷനും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി, മൊബൈൽ കമ്പ്യൂട്ടിംഗ്. നിങ്ങൾ ഈ സിലബസ് ഒന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾ തൊട്ട് മുന്നേ നിങ്ങളൊരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ്. CS-ഉമായിട്ട് ബന്ധപ്പെട്ട് അറിയാം, വളരെ വിരളമായിട്ടുള്ള PSC എക്സാമുകളെ നമുക്ക് ലഭിക്കാറുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ, ലെക്ചറർ പോളിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ, പ്രോഗ്രാമറിനെ പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിലബസിൽ പുതുതായിട്ടൊന്നുമില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആയാലും അല്ലെങ്കിൽ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആയാലും ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആയാലും മൊബൈൽ കമ്പ്യൂട്ടിംഗ് ആയാലും ഇതെല്ലാം തന്നെ നമ്മൾ ലെക്ചർ പോളിക്ക് വേണ്ടിയിട്ടോ പ്രോഗ്രാമറിന് വേണ്ടി ഒരു റൗണ്ട് നോക്കിയ സബ്ജക്റ്റുകളൊക്കെ തന്നെയാണ്. പുതുതായിട്ട് അതിനകത്ത് സിലബസ് ഒരു വേർഡ് പോലും പുതുതായിട്ടില്ല. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. മോഡ്യൂൾ 2 20 മാർക്കിന് വരുമ്പോഴത്തേക്ക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും മൈക്രോ പ്രോസസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മോഡ്യൂൾ 2-ൽ 20 മാർക്ക് വെയിറ്റേജോടുകൂടി വരുന്നത്. അപ്പം അത് നിങ്ങൾ സിലബസ് കമ്പയർ ചെയ്താൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസിൽ ഉള്ളത് തന്നെയാണ്. ലെക്ചർ പോളിയുടെ സിലബസ് ഏറെക്കുറെ ഇതുമായിട്ട് വളരെ യോജിച്ചിരിക്കുന്ന സിലബസ് ആണ്. ഇനി 3-ാമത്തെ മോഡ്യൂൾ വരുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറും ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമാണ് നമുക്ക് ആ മോഡ്യൂളിൽ വരാനുള്ളത്. അവിടെയും 20 മാർക്കാണ്. ഇത് നമ്മുടെ പഴയ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിരുന്ന എക്സാമിന്റെ സിലബസിലുള്ള സബ്ജക്ട് തന്നെയാണ്. ഇനി മോഡ്യൂൾ 4 വരുമ്പോഴത്തേക്ക് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ ജാവ. ലെക്ചർ പോളിയിലെ സിലബസ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഡാറ്റ സ്ട്രക്ചേഴ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഈ 3 സബ്ജക്റ്റുകളാണ് 20 മാർക്കിന്റെ വെയിറ്റേജോടുകൂടി നമുക്ക് ഉള്ളത്. ഇനി വന്നിട്ട് മോഡ്യൂൾ 5 ആണ്. DBMS-ഉം വെബ് ടെക്നോളജിയാണ് ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് 20 മാർക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളത്, നമുക്ക് പഠിക്കാൻ വേണ്ടി ഉള്ളത്. അപ്പൊ നിങ്ങൾ ഈ സിലബസ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഇതൊരു ട്രയൽ ആയിട്ട് തന്നെ എടുക്കുക. ഇതിന് അത്യാവശ്യം വേക്കൻസി എന്ന് പറഞ്ഞ ഒരുപാട് വേക്കൻസി, ലെക്ചർ പോളി പോലെ ഒരു ബൾക്ക് വേക്കൻസി എടുക്കുന്ന ഒരു പോസ്റ്റ് ഒന്നും അല്ല ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എന്ന് പറയുന്നത്.
അപ്പം നിങ്ങൾ അതിന്റെ വേക്കൻസിയിലുള്ള ഒരു വിഷമം ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നത് ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല. തൊട്ടടുത്തായിട്ട് വരാൻ പോകുന്ന നമ്മുടെ ലെക്ചർ പോളിക്കോ പ്രോഗ്രാമറിനോ എക്സാമുകൾക്ക് നിങ്ങൾക്ക് അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നത് തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എക്സാമിൽ ട്രയലായിട്ട് തന്നെ കാണുക, നല്ല രീതിയിൽ പഠിക്കുക. ലെക്ചർ പോളിക്ക് ഒരു ട്രയലായിട്ട് കാണുക, അല്ലാതെ വെറും ലെക്ചർ പോളി എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഇത് പഠിക്കുക. പഠിക്കുമ്പോഴത്തേക്ക് അത്രയും സബ്ജക്ട് നമ്മൾ പഠിച്ചു മാറുവാണ്. പിന്നെ ലെക്ചർ പോളി ഡേറ്റ് വരുമ്പോഴത്തേക്ക് ബേസിക് സബ്ജക്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. കൂടാതെ തന്നെ AP എക്സാമും നമുക്ക് നിലവിൽ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ മിക്കവരും തന്നെ MTech ഉള്ളവരായതുകൊണ്ട് തന്നെ AP എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ വിന്നേഴ്സ് അക്കാഡമിയിൽ ഇതിന്റെ എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറയാം. നമുക്ക് ഓൾറെഡി നമ്മൾ ലെക്ചർ പോളിക്ക് വേണ്ടിയും പ്രോഗ്രാമറിന് വേണ്ടിയും ഇതിന്റെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത ക്ലാസ്സുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇതിന്റെ ഒരു പുതിയ കോഴ്സായിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രീ റെക്കോർഡഡ് ക്ലാസ് തന്നെ ആയിരിക്കും. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്വസ്റ്റ്യൻ ബേസ്ഡ് റിവിഷൻ സെഷൻസ് ഉണ്ടാവും. അതായത് ഇപ്പം ഡാറ്റ സ്ട്രക്ചറോ അല്ലെങ്കിൽ DBMS അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറോ അത് നിങ്ങൾ പഠിക്കുന്ന മുറയ്ക്ക് ഷെഡ്യൂൾ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബേസ്ഡ് റിവിഷൻ സീരീസ് നമ്മൾ നടത്തുന്നതായിരിക്കും. കൂടാതെ തന്നെ PDF നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ക്ലാസിന്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാവുന്നതാണ്. കൂടാതെ തന്നെ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെന്ററിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതാണ് നമ്മൾ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ തൽക്കാലം പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് നമ്മുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയി. അപ്പൊ കൂടുതൽ വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.